അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഓടകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ടൗണിലെ വ്യാപാരശാലകളിൽ നിന്നും കക്കൂസ് മാലിന്യവും മലിനജലവും ഒഴുക്കിവിടുന്നതിനെതിരെ കർശന നടപടിയുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെയും പഞ്ചായത്തിന്റെ സംയുക്ത പരിശോധനയെ തുടർന്ന് ക്രമക്കേട് കണ്ടെത്തിയ സ്വകാര്യ ലോഡ്ജ് അടച്ചുപൂട്ടുകയും ഹോട്ടൽ ഉൾപ്പെടെ 3 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഓടയിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ടൗണിലെ വിവിധ വ്യാപാരശാലകളിൽ നിന്നും കക്കൂസ് മാലിന്യവും മലിനജലവും ഒഴുക്കിവിടുന്നുവെന്ന മാധ്യമ വാർത്തയെയും പൊതുജന പരാതിയെയും തുടർന്ന് ആരോഗ്യ വിഭാഗവും പഞ്ചായത്തും സംയുക്തമായി പരിശോധന നടത്തി. പരിശോധനയിൽ സ്വകാര്യ ലോഡ്ജിലെ ക്രമക്കേട് കണ്ടെത്തി. ഈ സ്ഥാപനത്തിൽ നിന്നും കക്കൂസ് മാലിന്യവും മലിനജലവും ഉൾപ്പെടെയുള്ളവ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. മാത്രമല്ല മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതിനായി പുതിയ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെ ഇട്ടതായും കണ്ടെത്തി. സംയുക്ത പരിശോധനയെ തുടർന്ന് ലോഡ്ജ് അടച്ചുപൂട്ടി. പരിശോധനയ്ക്കിടെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അപമര്യാദയായി പെരുമാറിയതായും കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചതായും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ഇയാൾക്കെതിരെ കേസെടുക്കുന്നതടക്കമുള്ള നിയമ നടപടികളിലേക്ക് കടന്നതായും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഈ സ്ഥാപനത്തിന്റെ അടിയിൽ അവരുടെ ഗോഡൌണിൽ ഇപ്പോൾ പരിശോധന നടത്തിയ സമയത്ത് ധാരാളം പുതിയ കണക്ഷനുകൾ അവർ ഓടയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ മാൻ പവറുകളും കണക്ഷനുകളും മറ്റു കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനകത്തുണ്ടായിരുന്ന ഇവരുടെ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞ ആ മാലിന്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ ഇവിടുത്തെ ഓടയിലേക്ക് തുറന്നു വിട്ടതുമായി കണ്ടെത്താൻ കഴിയുകയും പുതിയതായി ഇതേ സംവിധാനം തന്നെ ഓടയിലേക്ക് വേണ്ടി തന്നെ ഹോളുകളും പൈപ്പുകളും വെച്ചുകൊണ്ട് സംവിധാനം ഇവർ വീണ്ടും പുതിയതായി ചെയ്തുകൊണ്ടിരിക്കുന്നതും കണ്ടെത്തുകയുണ്ടായി. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യമാണ് പഞ്ചായത്ത് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശോധനയ്ക്ക് വന്ന സമയത്ത് സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ നമ്മളോട് അപമര്യാദയെ പെരുമാറുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തതിനെതിരെ കേസെടുക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ ലോഡ്ജ് അടച്ചുപൂട്ടുകയും ഹോട്ടൽ ഉൾപ്പെടെ 3 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ഇത്തരത്തിൽ പഞ്ചായത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലേക്കും ഓടകളിലേക്കും മലിനജലവും കക്കൂസ് മാലിന്യവും ഒഴുക്കിവിടുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പറഞ്ഞു. കാര്യവുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതായും ഈ ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ അതായത് കടകളിൽ നിന്ന് തന്നെ ഇങ്ങനെ കാണുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടിമാലി ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അറിയിക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.